ഹലോ, ഗുഡ് ഈവനിങ് സർ. ഇത് DOB ബാങ്ക് എന്നാണ് വിളിക്കുന്നത്. വെഹിക്കിൾ ലോണിന്റെ EMI അടച്ചിട്ടില്ലല്ലോ. ചെക്ക് ബൗൺസ് ആയിട്ടുണ്ട്. അതാ വിളിച്ചത്. അതങ്ങനെ ഒരു വഴിയിലല്ലോ, ഞാൻ 4 തീയതി പൈസ കിട്ടാണ്. എന്നാ സാർ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളുടെ കളക്ഷൻ ഏജന്റ് സാറിനെ വിളിക്കും. സാറ് ക്യാഷ് എടുത്ത് അവരുടെ കൊടുത്താൽ മതി. ശരി ശരി. താങ്ക് യു സാർ. ഇന്നത്തെ മീറ്റിംഗ് വെച്ച് നോക്കുമ്പോ നമ്മളെല്ലാരും വേറെ ജോബ് അന്വേഷിക്കുന്നതായിരിക്കും നീ നല്ലത്. നിന്റെ കരുനാക്ക് വെച്ചൊന്നും പറയാതെ. ജോലി നഷ്ടപ്പെടാനൊക്കെ എളുപ്പാ, കിട്ടാനാണ് പ്രശ്നം. അതും ശരിയാ. എന്താടാ തെണ്ടിത്തരൊക്കെ കാണിക്കണ. എടാ, ഈ ബാങ്കിങ്ങിന്റെ ഒക്കെ ഒരു തോന്നിയ ദിവസം കണ്ടോ? എന്താ PCS എന്നും പറഞ്ഞ 591 രൂപ ഈ മാസം പിടിച്ച്. അത് വിട്. അതേപോലെ തന്നെ പിന്നെ ഈ ACS എന്നും പറഞ്ഞ് പിന്നൊരു 236 രൂപ. എന്റെ ബാങ്കിന്റെ ബാലൻസ് ഇപ്പൊ മൊത്തം വന്നേക്കണത് 1684 രൂപ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 824 രൂപ ഈ മാസം ഇവന്മാരെല്ലാം കൂടെ എന്നെ ഉണങ്ങി. ബാങ്കിൽ നിന്ന് EMI കെട്ടാനുള്ള കാര്യം ഇപ്പോഴേക്ക് മനസ്സിലായത്. എന്നാ പിന്നെ ബാലൻസ് എടുത്ത് മാറ്റിക്കൂടെ നിനക്ക്? ആ ബാലൻസ് ഞാൻ അപ്പൊ തന്നെ എടുത്ത് മാറ്റുമല്ലോ. നമ്മളെ പാവങ്ങളെ പിഴുതെറിയാനാണല്ലോ ഈ ബാങ്കുകാർക്ക് പ്രത്യേക ഒരു ഉല്ലാസം. കോപ്പിലെ പരിപാടി. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ്. കേറിക്കോ. തൽക്കാലം താങ്കളോട് ഞാൻ വണ്ടി എടുത്തോട്ടോ. ജസ്റ്റ് പരിപാടി ഉണ്ട്. നിങ്ങളുടെ ഈ കലാപരിപാടികളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ലതല്ലേ? ഒരു കലാബോധം ഇല്ലാതെ പോലെ. അവൾക്ക് ബോധമില്ല. ആറ് വിളിക്കുന്നുണ്ട്. പള്ളിക്കെട്ട നിങ്ങളായിരിക്കും കമാല. എവിടെയാടാ? 2 ദിവസം അല്ലേ വിളിച്ചിട്ട്? ഞാൻ ഹോട്ടലുണ്ട്. ഞങ്ങൾ പോട്ടെ. നീ വന്നാലും നടക്കുവോ? ബൈ. നടക്കുന്ന കുപ്പിയല്ലേ, നിങ്ങൾ പെട്ടെന്ന് വരി. അതൊക്കെ ആ, ഞങ്ങളോട് വരാം. നടക്കുമല്ലോ? ഓക്കെ. പാടോന്നേ. ഇതെന്ത് നേരം പോയിക്കാടോ? എത്ര നേരമായി വിളിച്ചിട്ട്? എന്ത് നേരം പോക്ക്? കുറച്ച് വെയിറ്റ് ചെയ്യടാ. വേണ്ട, പറഞ്ഞോ. ഈ കാലിച്ചായ കുടിക്കാൻ വേണ്ടിട്ട് ഞങ്ങളെ വിളിച്ച്. അഖിലേ, ഹോട്ടലിൽ പിന്നെ ചായം കുടിക്കാനും വിളിക്കോ? ചളിയൊക്കെ വന്നാലോടാ. ഞങ്ങൾ ഒന്നൂരം പ്രതീക്ഷിച്ചിട്ട് ഇവിടെ വന്നോളൂ. നിനക്ക് ഈ ചായ കുടിക്കും. ഒരു കാര്യം ചേച്ചി, 2 സ്ട്രോങ് ചായ. 3 ചായ. ചേച്ചി ഒരു ചായ ക്യാൻസൽ. നിന്റെ ചായ ബാക്കി ഞാൻ കുടിക്കലടാ. ഒന്ന് തീരുമാനിക്കും. കച്ചോടാട്ടോ. കച്ചവടം ഉഷാറാണെങ്കിൽ കടക്കല്ല വരുമാനം ഉണ്ടാവില്ലടാ. വരുമാനം ഉണ്ടാവുമെന്നോ? എടോ, എല്ലാ ചെലവും കഴിഞ്ഞ് 1500 രൂപ ദിവസം മാറ്റിയൊക്കെ ഉണ്ടാവും. 1500 30 45,000 രൂപ. എടോ, ജോലി ഒഴിവാക്കിയാണ് ചായപ്പൊടി തുടങ്ങിയാലോ? മിക്കവാറും തുടങ്ങേണ്ടി വരും. ചേച്ചി, കടമുറിക്ക് എത്രയാ വാടക? 3000 രൂപ ദിവസം വാടക. അതെ, ഒന്ന് വേഗം കുടിക്കും, വേഗം പോവാ നമുക്ക്. എനിക്ക് വേണ്ട, വയറ് പറഞ്ഞു. എന്റെ കാര്യം അതെ. കേട്ടപ്പോ തന്നെ ഓ ശരി ശരി. പോവാടാ. എന്നാ പോവാ. ചോദിക്കട്ടെ, നീ എന്തും പറഞ്ഞിട്ടാടാ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തത്? എടാ, നിന്നോട് ചോദിച്ചിട്ടല്ലേ ഞങ്ങൾ പ്ലാൻ മൊത്തം പൊളിച്ചത്. ഈ കമാല് വെറുതെ ഒന്നും പറയില്ല. സംശയമുണ്ടോ? കമോട്രാ. പൊളിച്ചില്ലേ? നീ മുത്താടാ മുത്ത്. കമല, സത്യം പറയുന്നത് നിനക്ക് ഏതമ്മായിരുന്ന? ആമിനാത്ത, സുബൈദാത്ത. ആരെ പറ്റിച്ചതാ? പറ്റിക്കലൊക്കെ നിങ്ങളെ ഏർപ്പാട്. കമാലെ നല്ല തറവാട്ട് പറഞ്ഞതാ. തറവാടി ഒരു കാര്യം ചെയ്യും, കുറച്ച് വെള്ളം കൊണ്ടുപോവാ. നമുക്ക് ഇതിൽ ഒഴിച്ചടിക്കണ്ടേ? ഓസിക്ക് അടിക്കും വേണം. വെള്ളം ഞാൻ കൊണ്ടുവരണോ? കമാല, ഇത് ആരുടെടാ? എന്റെ കമാല, ഇത് ആര് കൊണ്ടുവന്ന ടച്ചിങ്സ് ആണ്? ഞാൻ വാങ്ങി. വീടാണ് ഇത് എന്റെ വീട്. അപ്പൊ ആരാണ് വെള്ളം കൊണ്ടുണ്ട്? ആരാ? ഞാനായിരിക്കില്ലേ? എന്താ സംശയം? സ്വാഭാവികം. ഇതവിടെ വെച്ചിട്ട് മോൻ വെള്ളം കൊണ്ടുപോവാ. വന്നു ഒട്ടും പുതിയില്ല. അവന്റെ അമ്മായിക്ക് അത് ഭയങ്കര രസാട്ടോ. അവന്റെ ഒരു അമ്മായി. ഇത് അവന്റെ മൊബൈലല്ലേ? എന്നാ അവന്റെ മൊബൈലിലെ ഒക്കെ അമ്മായിവരൊക്കെ ഞാൻ പോക്കും. ചവറ് പോലെ ലിസ്റ്റ് ഉണ്ട്. എടാ, നിനക്ക് ആളെ മനസ്സിലായ? എടാ, നമ്മുടെ മൊയന്തല്ലേ ഇങ്ങനെ നടക്കണ സുബീഷ്, കോട്ടൊക്കെ ഇട്ടിട്ട്. മൊയന്തൊക്കെ പണ്ട്. ഇപ്പൊ ഇവന് എവിടാന്നറിയോ? കുവൈറ്റിലാണ്. ഇവന്റെ ശമ്പളം എത്രയാണെന്നറിയോ ഒരു മാസം? 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം റുപ്യ. ടെൻഷനായി. ഒഴിക്കട്ടെ. എടാ, നമ്മൾ ഇത്ര നാള് പഠിച്ചിട്ടും ജോലിക്ക് പോയിട്ടും നമ്മക്ക് കിട്ടണ എന്താ? 25,000 രൂപ. നീ അങ്ങനെ പുച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല. 25,000 കിട്ടല്ലേ? ഇവിടെ അതുപോലും കിട്ടാണ്ട് എത്ര എണ്ണോടാ തെണ്ടി തിരിഞ്ഞു നടക്കണേ? 2.5 ലക്ഷം റുപ്യ. ഞാനാണോ തെണ്ടി തിരിഞ്ഞു നടക്കണേ? നീ അല്ല, വേറെ ഓരോണെങ്കിൽ ഇവിടെ തെണ്ടി തിരിഞ്ഞു നടക്കണ്ട. അതിന്റെ എങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാതിരിക്കാം? കേരളത്തില് നീ ഉൾപ്പെടെയുള്ളവർക്ക് വൈറ്റ് കോളർ ജോലി വേണം.
തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അത് നിനക്കറിയോ? നീ വല്ലതും അറിയുന്നുണ്ടോ? ഷഡ്ഡി സീനാണ്. ആഹാ. ഇവൻ ഇത് എന്തൊക്കെയാ പറയുന്നേ? എടാ പത്രം വായിക്കുന്നതിന്റെ അഹങ്കാരോടെ. ആ, എടാ, ദീപ്തി ഒരു മിനിറ്റ്. ഓളൊരു പറഞ്ഞോ മോളെ. കാര്യേ. എന്നാരും വിളിക്കാനല്ലേ? എന്താടി ഉറങ്ങില്ലേ? നീ എനിക്ക് വിളിക്കും. ഉം. ആ മതി. ആ പറ, എന്താ വിശേഷം? ചുമ്മാ വിളിച്ചതാ. ആ, അവിടെ വെള്ളടി തുടങ്ങിയോ? ഞങ്ങളിങ്ങനെ തുടങ്ങി. ആ, ആരുടെ വകയാണെങ്കിലും ഓവറാക്കണ്ട. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. ഞായറാഴ്ച അങ്ങോട്ട് ചെല്ലാൻ ആ, പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണ് കാണൽ ചടങ്ങൊക്കെ മണക്കുന്നുണ്ടല്ലോ. എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നേ. ഛെ. പിന്നെ റിയല്ലേ അവിടെ? അവൾ ആ അങ്കിളുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. എന്നാ ഞാൻ വെക്കട്ടെ. കട്ടിയല്ലോടോ. എന്താന്നൊരു പ്രത്യേക സ്നേഹം. നല്ല മൂഡിലാണല്ലോ. നീയും നല്ല മൂഡിലല്ലേ? അത് നീ കള്ളു കുടിച്ചോണ്ട് തോന്നുക. ഞാൻ വെക്കുകയാണേ. ഏയ് വെക്കല്ലേ. എന്താ? എനിക്കൊരു കാര്യം പറയാണ്ട്. അതെ. പറ. അല്ലേ വേണ്ട, പിന്നെ പറയാം. പറ പ്ലീസ്. വേണ്ട. പ്ലീസ് പറ. എന്നാ പറയട്ടെ. ഞാനൊരു പാട്ട് പാടട്ടെ? ഫോൺ വെച്ചിട്ട് പോടാ. ഈ നേരത്തെ അവനൊരു പാട്ട് പാടലും.